ദൈവമാത്മാവാകുന്നു. ദൈവത്തെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കണം. സകല ഉപവാസങ്ങളുമായുള്ളവരെ കുവൈക്കാർപ്പെടുവിൻ. സന്തോഷത്തോടെ ഹൃദയസമീപിൻ. സംഗീതത്തോടെ തിരുസന്നിധിയിൽ വരുവിൻ. യഹോവ തന്നെ ദൈവമെന്നറിവിൻ. അവിടുന്ന് നമ്മെ ഉണ്ടാക്കി, നാം ദൈവത്തിലുള്ളവർ ആകും. ആരാധനയുടെ അനുഗ്രഹത്തിനായി നമുക്കെല്ലാവർക്കും ദൈവത്തോട് പ്രാർത്ഥിക്കാം. സർവശക്തനായ ഞങ്ങളുടെ നല്ല ദൈവമേ, ഒരു വിശുദ്ധ ദിവസത്തിൻ്റെ അനുഗ്രഹീതമായ പകൽക്കാലത്തിനായി നന്ദിയോടെ സ്തോത്രം ചെയ്യും. പ്രതിസന്ധികൾ നിറഞ്ഞ ജീവിതയാത്രയിലും ഞങ്ങളായിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളിൽ ഇരുന്നുകൊണ്ട് ഞങ്ങളുടെ നല്ല ദൈവത്തെ ആരാധിക്കുവാൻ അവിടുന്ന് അടിയങ്ങൾക്ക് നൽകിയിരിക്കുന്ന വിശേഷമായ അവസരങ്ങൾക്കായി ദൈവമേ ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അവിടുത്തെ മാറാത്ത കൃപകൾക്കായും മാറ്റമില്ലാത്ത അനുഗ്രഹത്തിനായും സ്തുതിക്കുന്നു. ദൈവമേ, ഇന്നത്തെ വിശുദ്ധ ദിവസം ഞങ്ങളുടെ ജീവിതത്തിൻ്റെ മേൽ ദൈവാനുഗ്രഹം അനുഭവമാകുന്ന നല്ല നിമിഷങ്ങളായി അവിടുന്ന് വേർതിരിക്കണം. പരിശുദ്ധ സാന്നിധ്യം ഞങ്ങൾ ഭവനങ്ങളിലും ഞങ്ങളായിരിക്കുന്ന ജീവിത മേഖലകളിലും അനുഭവമാക്കുവാനിടയാക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ മൂടിക്കൊള്ളണമേ. യേശുവേ, അവിടുത്തെ പാദപീഠത്തിൽ ഞങ്ങളെ സമർപ്പിച്ചുകൊണ്ട് ഇന്നത്തെ വിശുദ്ധ ആരാധനയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുന്നു. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥനകൾ കേൾക്കുന്ന നല്ല പിതാവേ, ആമേൻ. ദൈവനാമ മഹത്വത്തിനും ആരാധനയുടെ അനുഗ്രഹത്തിനുമായി ക്രിസ്തീയ ആരാധനയ്ക്കുള്ള പാഠപുസ്തകത്തിലെ 42-ാമത്തെ ഗീതം നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് പാടാം. ഗീതം 42. Amen.
നമുക്കെല്ലാവർക്കും നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. ആരാധനക്രമം 3-ാം പുറത്തിൽ ആരംഭിക്കുന്ന സ്തുതിലിത്താനികൾ 1-ാം ഭാഗം ദൈവത്തെ മഹത്വപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായി നമുക്ക് ഉപയോഗിക്കാം. ദൈവമേ, സിയോനിൽ സ്തുതി അങ്ങേക്ക് യോഗ്യം, അങ്ങേക്ക് തന്നെ നേർച്ച കഴിക്കുന്നു. യഹോവയുടെ വാതിലുകളിൽ സ്തോത്രത്തോടും അവിടുത്തെ പ്രകാരങ്ങൾ സ്തുതിയോടും കൂടെ വരുവിൻ. യഹോവയ്ക്ക് സ്തോത്രം ചെയ്ത് അവിടുത്തെ നാമത്തെ വാഴ്ത്തുന്നു. അവിടുത്തെ വിശ്വസ്ത തലമുറ തലമുറയെ വരുവിൻ, നാം വണങ്ങി നമസ്കരിക്കുക. നമ്മെ നിർമ്മിച്ച യഹോവയുടെ മുമ്പിൽ മുട്ടുകുത്തുക. അവിടുന്ന് നമ്മുടെ ദൈവമാകുന്നു, നാം അവിടുത്തെ വ്യക്തി ജനവും അവിടുത്തെ കയ്യിലാടുകൾ തന്നെ. യഹോവയുടെ പർവ്വത്തിൽ ആർ കയറും, അവിടുത്തെ വിശുദ്ധ സ്ഥലത്ത് ആർ നിൽക്കും. വെടിപ്പുള്ള കൈയും നന്മല ഹൃദയങ്ങളും വ്യാജത്തിൽ മനസ്സിലാക്കാതെ കള്ളസത്യം ചെയ്യാതെ ഇരിക്കുന്നു. ഞങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ പക്കൽ കരുണയും മോചനവും കൊണ്ട് ഞങ്ങളോ ദൈവത്തോട് മത്സരിച്ചു. അവിടുത്തെ ദാസന്മാരായ പ്രവാചകന്മാർ മുഖാന്തരം ഞങ്ങളുടെ മുമ്പിൽ വച്ചിരിക്കുന്ന ന്യായപ്രമാണപ്രകാരം നടക്കാൻ ഞങ്ങൾ ഞങ്ങളുടെ ദൈവമായ യഹോവയുടെ വചനം കേട്ടനുസരിച്ചില്ല. ദൈവത്തിൻ്റെ മനസ്സ് തകർന്നു തുടങ്ങിയിരിക്കുന്ന ഹൃദയത്തിൻ്റെ അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. ഞാൻ എഴുന്നേറ്റ് അവൻ്റെ അടുക്കൽ ചെന്നു അവിടത്തോട് അപ്പായ സ്വർഗത്തോട് അമ്മയുടെ പാപം ചെയ്തിരിക്കുന്നത് നമുക്ക് ഒരുമിച്ച് വായിക്കാം. എൻ്റെ വാറയും എൻ്റെ വീട്ടുകാരനുമായ യഹോവേ, വാക്കുകളും എൻ്റെ ഹൃദയത്തിലെ ധ്യാനം അങ്ങേക്ക് പ്രസാദമായിരിക്കുമാറാകട്ടെ. ആമേൻ. കർത്താവിൽ പ്രിയ സഹോദരങ്ങളെ, നമ്മുടെ പരമപിതാവായ സർവശക്തിയുള്ള ദൈവത്തിൻ്റെ അളവറ്റ കരുണയാലും സ്നേഹത്താലും നമ്മുടെ പാപങ്ങൾ മോചിക്കപ്പെടേണ്ടതിന് നാം ചെയ്തുപോയ പലവിധ പാപങ്ങളും കുറ്റങ്ങളും മറയ്ക്കാതെ താഴ്മയും അനുതാപവും അനുസരണമുള്ള ഹൃദയത്തോടേറ്റ് പറയാൻ ദൈവവചനം നമ്മെ പ്രേരിപ്പിക്കുന്നു. അതുകൊണ്ട് നമുക്കെല്ലാവർക്കും വിശുദ്ധ ഹൃദയത്തോടും വിനയശബ്ദത്തോടും സ്വർഗീയ കൃപാസന സന്നിധിയിൽ നമ്മുടെ പാപങ്ങൾ ഏറ്റു പറയാം. നമുക്ക് നമ്മളെ വിനയപ്പെടുത്തി ദൈവത്തോട് പ്രാർത്ഥിക്കാം. അനുതാപമുള്ള മനസ്സോടെ ദൈവകരങ്ങളിൽ നമ്മളെ വിനയപ്പെടുത്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങളും കുറവുകളും കർത്താവ് നമ്മോട് ക്ഷമിക്കുന്നതിനായി മനത്താഴ്മയോടെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പാപം ക്ഷമിക്കുന്ന കർത്താവിൻ്റെ കരങ്ങളിൽ നമ്മുടെ കുറവുകളെ നമുക്ക് വിനയത്തോടെ ഏറ്റുപറയാം. അനുതാപമുള്ള ഹൃദയത്തോടെ പാപസ്വീകാര്യ പ്രാർത്ഥനയ്ക്കായി ആരാധനക്രമം 9-ാം പുറത്തിൽ കാണുന്ന അനുതാപ പ്രാർത്ഥനയുടെ 1-ാമത്തെ പ്രാർത്ഥനയിൽ നമുക്കേവർക്കും പങ്കുചേരാം. സർവശക്തിയും മഹാകരുണയുമുള്ള പിതാവേ, നിങ്ങൾ കാണാതെ പോയ ആടുകളെപ്പോലെ നിങ്ങളുടെ വഴികളിൽ നിന്ന് തെറ്റിച്ചിട്ടിരിക്കുന്നു. നിങ്ങളുടെ സ്വന്തം ഹൃദയങ്ങളുടെ വിചാരങ്ങളെയും മുഖങ്ങളെയും അനുസരിച്ച് നടന്നിരിക്കുന്നു. ഞങ്ങൾ അങ്ങയുടെ വിശുദ്ധ കൽപ്പന ലംഘിച്ചിരിക്കുന്നു. നിങ്ങൾ ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യാതെ ചെയ്താത്ത കാര്യങ്ങൾ ചെയ്തിരിക്കുന്നു. ഞങ്ങൾക്ക് സൗഖ്യവുമില്ല. എന്നാലും കർത്താവേ, ഞങ്ങളോട് കരുണയുണ്ടായി ഞങ്ങളുടെ കുറ്റങ്ങൾ ക്ഷമിക്കണമേ. പാപി മരിക്കണമെന്നല്ല, ദുഷ്ടത വിട്ട് തിരിഞ്ജീവിക്കണമെന്ന് മാത്രം അങ്ങ് ആഗ്രഹിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. ദയുള്ള പിതാവേ, ഞങ്ങൾ അനുതാപഹൃദയങ്ങളോട് അങ്ങിലേക്ക് തിരിയുന്നു. എൻ്റെ കർത്താവായ ക്രിസ്തുവിൽ അങ്ങ് ഞങ്ങൾക്ക് അറിയിച്ചിരിക്കുന്ന കരുണയുള്ള വാഗ്ദത്തങ്ങൾ ഞങ്ങൾ ആശ്രയിക്കുന്നു. ഞങ്ങളുടെ പാപഭാരം നീക്കി മോചനം നിശ്ചയം ഞങ്ങൾക്ക് നൽകണമേ. ഇനിമേൽ ഞങ്ങളുടെ പരിശുദ്ധ നാമത്തിൻ്റെ മഹത്വത്തിനായി ജീവൻ്റെ പുതുക്കത്തിൽ ഞങ്ങൾ അങ്ങേ സേവ ചെയ്യേണ്ടതിന് സഹായിക്കണമേ. ഞങ്ങളുടെ രക്ഷയുടെ സന്തോഷം ഞങ്ങൾക്ക് തരയണമേ. ഞങ്ങളെ സ്നേഹിച്ച് ഞങ്ങൾക്ക് വേണ്ടി തന്നെത്താൻ ഏൽപ്പിച്ചു കൊടുത്ത ഞങ്ങളുടെ കർത്താവായ യേശുക്രിസ്തുവിനോട് ഇതെല്ലാം ഞങ്ങൾ യാചിക്കുന്നു. ആമേൻ. സത്യമായി ക്രിസ്തുവിലേക്ക് തിരിയുന്ന എല്ലാവരോടുമുള്ള ദൈവത്തിൻ്റെ കൃപാമൊഴി കേൾപ്പിൻ. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങൾക്ക് ആശ്വാസം തരും. ഒരുത്തൻ പാപം ചെയ്തുവെങ്കിലോ നീതിമാനാകുന്ന യേശുക്രിസ്തു എന്ന കാര്യസ്ഥൻ നമുക്ക് പിതാവിൻ്റെ അടുക്കലുണ്ട്. അവിടെ നമ്മുടെ പാപങ്ങൾക്ക് പ്രായശ്ചിത്തമാകുന്നു. യേശു നമ്മുടെ പാപങ്ങൾ നിമിത്തം മുറിവേറ്റും
നമ്മുടെ അകൃത്യങ്ങൾ നിമിത്തം തകർന്നു വിരിക്കുന്നു. നമ്മുടെ സമാധാനത്തിനുള്ള ശിക്ഷ അവൻ്റെ മേലായി. എൻ്റെ നിമിത്തം ഞാൻ തന്നെ നിൻ്റെ അതിക്രമങ്ങൾ മായ്ച്ചു കളയുന്നു, നിൻ്റെ പാപങ്ങൾ ഞാൻ ഓർക്കയില്ല എന്ന് യഹോവയായ ദൈവം നമ്മോട് അരുളി ചെയ്യുന്നു. സർവശക്തനും കരുണയുള്ളവനായ കർത്താവ് പാപമോചനവും മാപ്പും ജീവിതം പുതുക്കാനുള്ള അവസരവും പരിശുദ്ധാത്മാവിൻ്റെ കൃപയും ആശ്വാസവും നമുക്കെല്ലാവർക്കും നൽകുമാറാകട്ടെ. ദൈവം നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമ്മുടെ പാപങ്ങളെ നമ്മോട് ക്ഷമിക്കുകയും ചെയ്തിരിക്കുന്നു എന്ന് ഹൃദയത്തിൽ വിശ്വസിച്ചുകൊണ്ട് നമുക്കെല്ലാവർക്കും ദൈവത്തിന് സ്തോത്രം കരേറ്റാം. അനുദിന ജീവിതങ്ങളിൽ ദൈവം തമ്പുരാൻ നമുക്ക് നൽകുന്ന എത്രയോ നന്മകൾ ഈ നാളുകളിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു. ആ ദൈവിക നന്മകളെ മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഹൃദയം തുറന്ന് ദൈവത്തിന് സ്തോത്രം പറയാം. ആവശ്യഭാരങ്ങളിൽ ഒട്ടേറെ പേരെ ഇരിക്കുമ്പോൾ, അനേകർ വേദന അനുഭവിക്കുമ്പോൾ കരുണാവാനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്ന് നമുക്ക് ലഭ്യമാകുന്ന സഹായങ്ങളെ ഓർത്ത് സ്തുതിച്ചും സ്തോത്രം പറഞ്ഞും ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. പൊതുവായി നമുക്ക് ദൈവത്തെ സ്തുതിക്കുന്നതിനായി ആരാധനക്രമം 14-ാം പുറത്തിലുള്ള പൊതുവിലുള്ള സ്തോത്ര പ്രാർത്ഥനയിൽ നമുക്കൊരുമിച്ച് പങ്കുചേരാം. സർവശക്തിയുള്ള ദൈവമേ, കരുണയുള്ള പിതാവേ, നമ്മുടെ യോഗ്യദാസരാജ്ഞങ്ങളോടും സകല മനുഷ്യരോടും അങ്ങേക്കുള്ള സകല കരുതലുകൾക്കായും ആർദ്രതയ്ക്കായും ഞങ്ങൾ അങ്ങേക്ക് മഹാവിനിയവും മനഃപൂർവ്വമായ സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളെ സൃഷ്ടിച്ചതിനും പരിപാലിക്കുന്നതിനും ഈ ആയുസ്സിലെ സകല അനുഗ്രഹങ്ങൾക്കായും എല്ലാറ്റിന്മേലായ ഞങ്ങളുടെ കർത്താവായ യേശുമിശിഹ മൂലം ലോകത്തെ വീണ്ടെടുത്ത് അവിടുത്തെ ബലം ചൂടാത്ത സ്നേഹത്തിനായും ഞങ്ങൾ അങ്ങയെ വാഴ്ത്തുന്നു. അങ്ങ് നൽകിയ കൃപാവഴികൾക്ക് വേണ്ടിയും മഹത്വത്തിൻ്റെ പ്രത്യാശയ്ക്ക് വേണ്ടിയും ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഞങ്ങളുടെ ഹൃദയങ്ങൾ കളങ്കമില്ലാതെ നന്ദിയോടായി തീരേണ്ടതിനും അങ്ങയെ സേവിക്കാൻ ഞങ്ങളെ ഏൽപ്പിച്ച നാളുകളൊക്കെയും വിശുദ്ധിയോടും നീതിയോടും അങ്ങയുടെ മുമ്പാകെ നടക്കേണ്ടതിനും അങ്ങനെ ഞങ്ങൾ അതരങ്ങൾ കൊണ്ട് മാത്രമല്ല നമ്മുടെ ജീവിതം കൊണ്ട് അവിടുത്തെ സ്തുതി പ്രസിദ്ധപ്പെടുത്തേണ്ടതിനും അവിടുത്തെ സകല കർണങ്ങളെയും കുറിച്ചുള്ള ബോധം ഞങ്ങൾക്ക് തരണമെന്ന് എൻ്റെ കർത്താവായ യേശുമിശിഹ മൂലം ഞങ്ങൾ അപേക്ഷിക്കുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സകല ബഹുമാനവും മഹത്വം കാലാവസരം കൂടാതെ ഉണ്ടായിരിക്കണമേ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. വീണ്ടും നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നമ്മുടെ ആരാധന ഗീതത്തിൽ 230-ാമത്തെ ഗീതം ചേർന്ന് പാടാം. ഗീതം 230. ജീവനേ ജീവനേ നമോ നമോ, ജീവനേ ജീവനേ നമോ നമോ, പാപ
സാദരം നമോ നമോ. മനുകുലത്തിൽ വലിയ രക്ഷ നൽകിയ ദയാപര ഇനി വാ 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 വാഴ്ത്തും നായക. ഇനി വാ 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 വാഴ്ത്തും നായക. സങ്കീർത്തനങ്ങളുടെ പുസ്തകം 23-ാം സങ്കീർത്തനം 1 മുതൽ തീർത്തുള്ള വാക്യങ്ങളെ നമുക്ക് ഒരുമിച്ച് വായിച്ച് നമ്മുടെ ദൈവത്തെ സ്തുതിക്കാം. യഹോവ എൻ്റെ ഇടയനാകുന്നു, എനിക്ക് ഉണ്ടാകുകയില്ല. പച്ചയായ പുത്രങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥതയുള്ള അവിടത്തിനകത്തേക്ക് എന്നെ നടത്തുന്നു. എൻ്റെ പ്രാണനെ വന്നെടുപ്പിക്കുന്നു, തിരുനാമനിമിത്തം നീതിപാതകൾ നടത്തുന്നു. ഒരു താഴ്വരക്കൂടെ നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. നീ എന്നോടുകൂടെ ഇരിക്കുന്നവൻ, നിന്റെ വഴിയിൽ പോലും എന്നെ ആശ്വസിപ്പിക്കുന്നു. എൻ്റെ ശത്രുക്കൾ കാണുക നീ എനിക്ക് വിരുന്നൊരുക്കുന്നു. തലയുടെ കൊണ്ട് അഭിഷേകം ചെയ്യും, പാനപാത്രം നിറഞ്ഞു കവിയുന്നു. നന്മയും കരുണയും രാഷ്കാരമൊക്കെയും പിന്തുടരും. ഞാൻ ഗുരുവാലയത്തിൽ ദീർഘകാലം വസിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും മഹത്വം ഉണ്ടാകട്ടെ. ആമേൻ. എല്ലാവർക്കും ഇരിക്കാം. ഇന്നത്തേക്കുള്ള തിരുവചന പാഠഭാഗങ്ങൾ വായിക്കുന്നത് ശ്രദ്ധിക്കാം. വായിക്കുവാനായി നൽകപ്പെട്ടിരിക്കുന്ന പഴയ നിയമപദം പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ. പുറപ്പാട് പുസ്തകം 40-ാം അധ്യായം 34-ാം വാക്യം മുതൽ 38-ാമത്തെ വാക്യം വരെയുള്ള ദൈവവചനം ശ്രദ്ധിക്കണം. അപ്പോൾ മേഘം സമാഗമന കൂടാരത്തെ മൂടി, യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറച്ചു. മേഘം സമാഗമന കൂടാരത്തിന്മേൽ അധിവസിക്കുകയും യഹോവയുടെ തേജസ് തിരുനിവാസത്തെ നിറയ്ക്കുകയും ചെയ്തതുകൊണ്ട് മോശയ്ക്ക് അകത്ത് കടപ്പാൻ കഴിഞ്ഞില്ല. ഇസ്രായേൽ മക്കൾ തങ്ങളുടെ സകല പ്രയാണങ്ങളിലും മേഘം തിരുനിവാസത്തിന്മേൽ നിന്ന് ഉയരുമ്പോൾ യാത്ര പുറപ്പെടും. മേഘം ഉയരാതിരുന്ന് അത് ഉയരും നാൾ വരെ യാത്ര പുറപ്പെടാതിരിക്കും. ഇസ്രായേലിയരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുകയും പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഇസ്രായേലരുടെ സകല പ്രയാണങ്ങളിലും അവരെല്ലാവരും കാണുകയും പകൽ സമയത്ത് തിരുനിവാസത്തിന്മേൽ യഹോവയുടെ മേഘവും രാത്രി സമയത്ത് അതിൽ അഗ്നിയും ഉണ്ടായിരുന്നു. ഇവിടെ പഴയ നിയമവേദഭാഗം വായിച്ച് അവസാനിക്കുന്നു. ദൈവം ഈ തിരുവചനങ്ങൾ നമ്മേവരെയും സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. സുവിശേഷ പാഠഭാഗം നമുക്ക് ശ്രദ്ധിക്കാം. വിശുദ്ധ ലൂക്കോസ് എഴുതിയ സുവിശേഷം 24-ാം അധ്യായം 13 മുതൽ 33 വരെയുള്ള പാഠഭാഗം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 13-ാം വാക്യം മുതൽ 33 വരെ. അന്നു തന്നെ അവർ 2 പേർ യെരുശലേമിൽ നിന്ന് 7 നാഴിക ദൂരമുള്ള എമ്മാവൂസ് എന്ന ഗ്രാമത്തിലേക്ക് പോകുകയിൽ ഈ സംഭവിച്ചതിനെക്കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നു. സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുദാനം അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു. യേശുവിനെ അറിയാതെ വണ്ണം അവരുടെ കണ്ണ് നിരോധിച്ചിരുന്നു. യേശു അവരോട്, നിങ്ങൾ വഴി നടന്ന് തമ്മിൽ വാദിക്കുന്ന ഈ കാര്യം എന്ത് എന്ന് ചോദിച്ചു. അവർ വാടിയ മുഖത്തോടെ നിന്നു. ക്ലെയോപ്പാവ് എന്നു പേരുള്ളവൻ, യെരുശലേമിലെ പരദേശികളിൽ നീ മാത്രം ഈ നാളുകളിൽ അവിടെ സംഭവിച്ച കാര്യം അറിയാതിരിക്കുന്നുവോ എന്ന് ഉത്തരം പറഞ്ഞു. ഏത് എന്ന് യേശു അവരോട് ചോദിച്ചതിന് അവർ യേശുവിനോട് പറഞ്ഞത്, ദൈവത്തിനും സകല ജനത്തിനും മുമ്പാകെ പ്രവൃത്തിയിലും വാക്കിലും ശക്തിയുള്ള പ്രവാചകനായിരുന്ന നസറായനായ യേശുവിനെ കുറിച്ചുള്ളത് തന്നെ. നമ്മുടെ മഹാപുരോഹിതന്മാരും പ്രമാണികളും യേശുവിനെ മരണവിധിക്ക് ഏൽപ്പിച്ച് ക്രൂശിച്ചു. ഞങ്ങളോ യേശു ഇസ്രായേലിനെ വീണ്ടെടുപ്പാനുള്ളവൻ എന്ന് ആശിച്ചിരുന്നു. അത്രയുമല്ല, ഇത് സംഭവിച്ചിട്ട് ഇന്ന് 3-ാം നാളാകുന്നു.
ഞങ്ങളുടെ കൂട്ടത്തിൽ ചില സ്ത്രീകൾ രാവിലെ കല്ലറയ്ക്കൽ പോയി യേശുവിൻ്റെ ശരീരം കാണാതെ മടങ്ങി വന്ന് യേശു ജീവിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദൂതന്മാരുടെ ദർശനം കണ്ടു എന്ന് പറഞ്ഞ് ഞങ്ങളെ ഭ്രമിപ്പിച്ചു. ഞങ്ങളുടെ കൂട്ടത്തിൽ ചിലർ കല്ലറയ്ക്കൽ ചെന്ന് സ്ത്രീകൾ പറഞ്ഞതുപോലെ തന്നെ കണ്ടു, യേശുവിനെ കണ്ടില്ലതാനും. യേശു അവരോട്, അയ്യോ ബുദ്ധിഹീനരെ, പ്രവാചകന്മാർ പറഞ്ഞിരിക്കുന്നത് എല്ലാം വിശ്വസിക്കാത്ത മന്ദബുദ്ധികളെ, ക്രിസ്തു ഇങ്ങനെ കഷ്ടമനുഭവിച്ചിട്ട് തൻ്റെ മഹത്വത്തിൽ കടക്കേണ്ടതല്ലയോ എന്ന് പറഞ്ഞു. മോശ തുടങ്ങി സകല പ്രവാചകന്മാരിൽ നിന്നും എല്ലാ തിരുവെഴുത്തുകളിലും തന്നെക്കുറിച്ചുള്ളത് അവർക്ക് വ്യാഖ്യാനിച്ചു കൊടുത്തു. അവർ പോകുന്ന ഗ്രാമത്തോടടുത്തപ്പോൾ യേശു മുമ്പോട്ട് പോകുന്ന ഭാവം കാണിച്ചു. അവരോ, ഞങ്ങളോടുകൂടെ പാർക്ക, നേരം വൈകി അസ്തമിപ്പറായല്ലോ എന്ന് പറഞ്ഞ് യേശുവിനെ നിർബന്ധിച്ചു. യേശു അവരോടുകൂടെ പാർപ്പാൻ ചെന്നു. അവരുമായി ഭക്ഷണത്തിനിരിക്കുമ്പോൾ യേശു അപ്പമെടുത്ത് അനുഗ്രഹിച്ച് നുറുക്കി അവർക്ക് കൊടുത്തു പറഞ്ഞു. ഉടനെ അവരുടെ കണ്ണു തുറന്ന് അവർ യേശുവിനെ അറിഞ്ഞു. അവൻ അവർക്ക് അപ്രത്യക്ഷനായി. അവൻ വഴിയിൽ നമ്മോട് സംസാരിച്ച തിരുവെഴുത്തുകളെ തെളിയിക്കുമ്പോൾ നമ്മുടെ ഹൃദയം നമ്മുടെ ഉള്ളിൽ കത്തിക്കൊണ്ടിരുന്നില്ലയോ എന്ന് അവർ തമ്മിൽ പറഞ്ഞു. ആ നാഴികൾ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ആ നാഴികൾ തന്നെ അവർ എഴുന്നേറ്റ് യെരുശലേമിലേക്ക് മടങ്ങിപ്പോന്നു. ഈ തിരുവചനങ്ങൾ നമുക്കെല്ലാവർക്കും അനുഗ്രഹത്തിൻ്റെ മുഖാന്തരമാകുമാറാകട്ടെ. നമുക്ക് നമ്മുടെ വിശ്വാസം പ്രഖ്യാപിക്കാം. അപ്പോസ്തല വിശ്വാസ പ്രമാണം ആരാധനക്രമം 22. സർവശക്തിയുള്ള പിതാവായി ആകാശത്തെയും ഭൂമിയെയും സൃഷ്ടിച്ച ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. ദൈവത്തിൻ്റെ ഏകപുത്രനായി നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുന്ന് പരിശുദ്ധാത്മാവിനാൽ കന്യകമറിയിൽ ഉത്പാദിക്കപ്പെട്ട് ജനിച്ച് പൊന്തിയോസ് പിലാത്തോസിൽ കഷ്ടപ്പെട്ടു, കുരിശിൽ തറയ്ക്കപ്പെട്ടു, മരിച്ച് അടക്കപ്പെട്ടു. അവിടുന്ന് മരിച്ചവരിലേക്ക് ഇറങ്ങി 3-ാം ദിവസം ഉയർത്തെഴുന്നേറ്റു. അവിടുന്ന് സ്വർഗത്തിലേക്ക് കയറി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിൻ്റെ വലതുഭാഗത്തിരിക്കും. അവിടുന്ന് ജീവനുള്ളവരെയും മരിച്ചവരെയും ന്യായവിധിപ്പാൻ വരികയും ചെയ്യും. പരിശുദ്ധാത്മാവിനെ ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കാതോലിക സഭയിൽ വിശുദ്ധന്മാരുടെ സംസർഗത്തിലും പാപവചനത്തിലും മരിച്ചവരുടെ പുനരുത്ഥാനത്തിലും നിത്യജീവനിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. മധ്യസ്ഥ പ്രാർത്ഥനയ്ക്കായി നമ്മെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം. മുട്ടുകൾ മടക്കാം, ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. ഒരു വിശുദ്ധ ആരാധനയിൽ നമ്മൾ പങ്കെടുക്കുമ്പോൾ ദൈവകൃപയ്ക്കായി നമുക്ക് പ്രാർത്ഥിക്കാം. ലോകം മുഴുവനും അടയ്ക്കപ്പെട്ടിരിക്കുന്ന COVID-19 എന്ന മഹാമാരിയുടെ ഭീഷണിയാൽ നമ്മളും ആരാധനാ കേന്ദ്രങ്ങളിൽ പ്രവേശിക്കുവാൻ കഴിയാതെ നമ്മുടെ ഭവനങ്ങളിലായിരിക്കും. നമ്മുടെ ഹൃദയങ്ങളെ ദൈവത്തെങ്കിലേക്ക് ഉയർത്താം. ദൈവിക സുരക്ഷിതത്വനായി പ്രാർത്ഥിക്കാം. കരുതുന്നവനായ ദൈവകരങ്ങളിലേക്ക് ദൈവിക കരുതലിനായി നമ്മളെ നമ്മുടെ ഉള്ളങ്ങളെ പൂർണ്ണമായി ദൈവത്തിൽ സമർപ്പിക്കാം. ജീവിതാവശ്യങ്ങൾ കുടുംബമായി നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാം. നമ്മുടെ സഭയിലെ എല്ലാ കുടുംബങ്ങളെയും ദൈവകരങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. എല്ലാ വ്യക്തികളെയും ഓർക്കാം. വ്യത്യസ്തമായ ജീവിതാനുഭവങ്ങളുള്ളവരാണ്. എല്ലാവർക്കായും പ്രാർത്ഥിക്കാം. നമ്മളെ ഉള്ളതുപോലെ അറിയുന്ന ദൈവം സ്വർഗ്ഗകരം നീട്ടി നമ്മളെ അനുഗ്രഹിക്കുന്നതിനായിട്ട് ഞങ്ങളെ സ്നേഹിക്കുന്ന നല്ലവനായ ദൈവമേ, ഒരു പുതിയ ദിവസം കൂടെ ഞങ്ങൾക്ക് അനുദാനമായി നൽകിയതുകൊണ്ട് സ്തോത്രം. പ്രതിസന്ധി നിറഞ്ഞ ചുറ്റുപാടുകളിൽ, ജീവിത ദുസ്സഹമാകുന്ന സാഹചര്യങ്ങളിൽ നല്ല പിതാവേ, തിരുമുഖത്തെ കണ്ണുയർത്തി പ്രാർത്ഥിക്കുവാൻ അവിടെ നിന്ന് ഞങ്ങൾക്കൊരു സൗഭാഗ്യം നൽകിയിരിക്കുക. ഈ പുതിയ മാസത്തിൻ്റെയും ആദ്യത്തെ ഞായറാഴ്ച ഞങ്ങൾ ആലയത്തിലേക്ക് കടന്നുകൊടുക്കും. ദൈവമേ, അവിടുത്തെ കൃപയ്ക്കായി പ്രാർത്ഥിക്കാം. ഇന്നുവരെ ഞങ്ങളെല്ലാവരെയും സൗഖ്യത്തോടും സമാധാനത്തോടും കാത്ത് പരിപാലിച്ചതിനായിട്ട് നന്ദിയപ്പ. ഇവിടുത്തെ മാറാത്ത കൃപകൾക്കായി സ്തോത്രം, മാറ്റമില്ലാത്ത അനുഗ്രഹത്തിനായി സ്തോത്രം.
അവിടുത്തെ ദിവ്യമായ കരുതലുകൾക്കായി സ്തോത്രം. അങ്ങ് നൽകുന്ന സമൃദ്ധമായ സമാധാനത്തിനായി സ്തോത്രം. രോഗദുരിതങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിച്ച് കാക്കുന്നത് കൊണ്ട് നന്ദി പിതാവേ. ഈ ആരാധനാ സമയത്തിൽ ഭവനങ്ങളിലൂടെ ഞങ്ങൾ ഒരുമിച്ച് ദൈവത്തെ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഉയർത്തെഴുന്നേറ്റ് വീടടച്ചിരുന്ന ശിഷ്യന്മാരുടെ ഉള്ളിലേക്ക് ഇറങ്ങിച്ചെന്ന് കയ്യും വിലാപ്പുറവും കാണിച്ചവർക്ക് സമാധാനം പ്രഖ്യാപിച്ച ദൈവമേ, ഈ ആരാധനാ സമയത്തിൽ ഭവനങ്ങളിലിരിക്കുന്ന ഞങ്ങളുടെ അടുക്കലേക്ക് അവിടുത്തെയുമായ സാന്നിധ്യം വന്ന് ഞങ്ങൾക്കും ഒരു പുതിയ പ്രത്യാശയും ശക്തിയും പറഞ്ഞു തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രതിസന്ധികളിൽ നിന്നുള്ള വിമോചനം കൽപ്പിക്കണം. ലോകമാസകലം കർത്താവെ മഹാമാരിയാൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന ഭീതിതമായ അനുഭവങ്ങളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. രോഗത്താൽ പിടിക്കപ്പെട്ട് ചികിത്സ പൂർണ്ണമായി ലഭ്യമാകാതെയും ചികിത്സയ്ക്കുള്ളിലും കഴിയുന്ന ഞങ്ങളുടെ സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. ലക്ഷക്കണക്കിന് ആളുകൾ മരണത്തിന് ഏൽപ്പിക്കപ്പെടുകയാണ്. ദൈവമേ, ഈ ചികിത്സാ മേഖലയിലായിരിക്കുന്ന ആതുര ശുശ്രൂഷ മേഖലയിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ട സഹോദരങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. രാജ്യത്തെ നിയന്ത്രിക്കുന്ന ഭരണാധികാരികൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവേ, എല്ലാവരെയും നിശുദ്ധീകരിക്കണം. രോഗബാധയിൽ നിന്നുള്ള പൂർണ്ണമായ വിമോചനം ദേശത്തിന് അവിടുന്ന് കൽപ്പിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ വലിയ കൃപ അയക്കണമേ കർത്താവേ. അങ്ങ് സൗഖ്യമയക്കുന്ന ദൈവമാണ്. നിൻ്റെ അടിപ്പിണരുകളാൽ ഞങ്ങൾക്ക് സൗഖ്യമുണ്ടല്ലോ. എൻ്റെ ദൈവമേ, അവിടത്തേക്ക് അടിപ്പിണരിൽ നിന്നുള്ള സൗഖ്യം അടിയങ്ങളുടെ മേൽ അവിടുന്ന് ആവശ്യിപ്പിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങ് നൽകുന്ന സൗഖ്യം അനുഭവിച്ചുകൊണ്ട് യേശുവപ്പ ഞങ്ങളുടെ നാമത്തെ മഹത്വപ്പെടുത്തി ക്ഷേമമായി പാർക്കുവാൻ സഹായിക്കണം. ദൈവമേ, ഞങ്ങളുടെ സഭയ്ക്കായി പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സഭയിലുള്ള കുടുംബങ്ങളെയും കുടുംബാംഗങ്ങളെയും ഓർത്ത് സ്തുതിക്കുന്നു. എല്ലാവരെയും ഭവനങ്ങളിൽ ക്ഷേമമായി നടത്തുന്നു എന്ന് ബോധ്യപ്പെട്ടുകൊണ്ട് വിശ്വസിച്ചുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുകയാണ്. കർത്താവേ, ഞങ്ങളുടെ സഭയിൽ നിന്നും കഴിഞ്ഞ ആഴ്ചയിൽ പെട്ടെന്നുണ്ടായ രോഗത്താൽ തിരുസനിലേക്ക് ചേർക്കപ്പെട്ട ഷർമിൻ ജോസനെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. ഈ സഹോദരന് നൽകിയ 40 വർഷത്തെ ജീവിതങ്ങൾ അനുഗ്രഹമാക്കിയല്ലോ. താൻ വിട്ടുപോയ തൻ്റെ കുടുംബാംഗങ്ങൾക്ക് ദൈവം സമാധാനം നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ആശ്വാസത്തിൻ്റെ കരങ്ങളിൽ ഈ സഹോദരനെയും ആ സഹോദരൻ്റെ താൻ ഭൂമിയിലാക്കി പോയിരിക്കുന്ന കുടുംബാംഗങ്ങളെയും കരങ്ങളിൽ വഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളെല്ലാവരെയും കാക്കണമേ. ഒരുമിച്ചുള്ള ഒരു കൂടിവരവിൻ്റെ നാൾ ഞങ്ങൾ പ്രത്യാശയോടെ കാത്തിരിക്കുന്നു. ദൈവം അതിൻ്റെ മുഖാന്തരം ഒരുക്കണമേ പിതാവ്. പ്രതിസന്ധികളെ മാറ്റണമേ. തടസ്സങ്ങളിൽ നിന്ന് ഞങ്ങളെ വിടുവിക്കണമേ. സമാധാനത്തിൻ്റെ നാളുകൾ, അനുഗ്രഹത്തിൻ്റെ നാളുകൾ ഞങ്ങൾക്കായി അവിടെ നിന്ന് ഒരുക്കി തരുമാറാകണമേ എന്ന് വിനയത്തോടെ പ്രാർത്ഥിച്ച് ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കും. എല്ലാ നന്മകൾക്കായും എല്ലാ അനുഗ്രഹത്തിനായും ഞങ്ങളെ തന്നെ തൃക്കരങ്ങളിലേക്ക് സമർപ്പിച്ച് സ്തോത്രത്തോടെ പ്രാർത്ഥിച്ചേൽപ്പിക്കും. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ പ്രാർത്ഥന കൃപയോട് കേൾക്കണം നല്ല പിതാവേ, ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം സ്തുതിക്കപ്പെടണം. തിരുരാജ്യം വരണം. തിരുയിഷ്ടം സ്വർഗ്ഗത്തെ പോലെ ഭൂമിയിലാകണമേ. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം കൊടുന്ന് തരണം. ഞങ്ങളുടെ കടക്കാരോടെ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളെ ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളുടെ പരീക്ഷയിൽ പെടുത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങേക്കുള്ളതല്ലോ. ആമേൻ. വീണ്ടും നമുക്കെല്ലാവർക്കും എഴുന്നേറ്റ് ആരാധനാ ഗീതത്തിൽ 62ാമത്തെ ഗീതം ചേർന്ന് പാടാം. തുടർന്ന് സ്നേഹമുള്ള പ്രദീപച്ചൻ നമുക്കിന്നത്തേക്ക് ആവശ്യമായ ദൈവവചന സന്ദേശം നൽകുക. I
എല്ലാ നന്മകൾക്കും അനുഗ്രഹങ്ങൾക്കുള്ളതായിരിക്കും ഞങ്ങളെ വാഴ്ത്തപ്പെട്ട പിതാവേ. ഈ വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാത നിമിഷങ്ങളിൽ പ്രാർത്ഥനയോടുകൂടി ഞങ്ങളായിരിക്കുമെന്ന് അവസരം നൽകിയ വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ലോകം മുഴുവനും ഒരു മഹാമാരിയെ ഓർത്ത് ഭാരത്തോടും പ്രയാസത്തോടും വിറങ്ങലിച്ചുകൊണ്ടിരിക്കുന്ന നിമിഷങ്ങളിൽ ഞങ്ങളേവരെയും അങ്ങയുടെ തിരുക്കരങ്ങളിൽ സംരക്ഷിച്ച് ദിവ്യമായ നടത്തിപ്പോടുകൂടെ വഴി നടത്തിയിരിക്കുന്ന വലിയ കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. അങ്ങയുടെ തിരുസാന്നിധ്യവും ദൈവീയ കൃപയും ഞങ്ങൾ ഈ ആരാധനയെ പ്രദർശിക്കുവാൻ ഞങ്ങൾ കൃപ ചെയ്യും. ഞങ്ങൾ കേൾക്കുവാൻ പോകുന്ന തിരുവചനം ഞങ്ങളുടെ ഹൃദയങ്ങൾക്ക് ആശ്വാസപ്രദമായി തീരുവാൻ സഹായിക്കണം. ബലമുള്ള കരങ്ങളിൽ ഞങ്ങളേവരെയും അങ്ങ് വഹിച്ചു. പരിശുദ്ധാത്മാവിൻ്റെ സാന്നിധ്യത്താൽ ഞങ്ങളെ ഓരോരുത്തരെയും വഴി നടത്തുവാൻ പോകുന്ന കൃപയോട് സ്തോത്രം ചെയ്യും. യേശു മിശിഹായുടെ ഞാൻ പ്രാർത്ഥന കേൾക്കുന്നു. സ്വർഗ്ഗസ്ഥനായ ദൈവത്തിൻ്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹവും ശ്രേഷ്ഠവുമായ ഒരു വിശുദ്ധ ദിനത്തിൻ്റെ പ്രഭാതത്തിൽ നാം ഏവരും പ്രാർത്ഥനയോടുകൂടി ആയിരിക്കും. ലോകം മുഴുവനും COVID-19 എന്ന രോഗത്താൽ ഭാരത്തോടും വേദനയോട് വിറങ്ങലിട്ട് പോയും ദൈവം ഈ ദേശത്തെ കണ്ട് ഈ ദേശത്തെ സന്ദർശിച്ച് ഒരു പരിപൂർണമായ സൗഖ്യം നൽകിക്കൊണ്ടിരിക്കുന്ന ഓർത്ത് നമുക്ക് ദൈവസ്ഥനിൽ പ്രത്യാശ. നമുക്കും തുറന്ന നിമിഷങ്ങളിലും പ്രാർത്ഥനയോടും ഭക്തിയോടുകൂടി നമ്മുടെ ജീവിതങ്ങളെ ക്രമപ്പെടുത്തി കർത്താവിൻ്റെ വരവിന് വേണ്ടി നമുക്ക് തന്നെ ദൈവസന്നിധിയിൽ ഒരുങ്ങും. ഇന്ന് ചിന്തയ്ക്കായി ആധാരമായി നൽകപ്പെട്ടിരിക്കുന്ന തിരുവചന വേദഭാഗം അനുദിന ജീവിതത്തിൽ ഉയർത്തുന്നേറ്റ ക്രിസ്തുവുമായുള്ള കൂട്ടായ്മ. അനുദിന ജീവിതത്തിൽ ഉയർത്തുന്നേറ്റ ക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ. ക്രൈസ്തവ ജീവിതത്തിൽ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നിലകൊള്ളുന്നത് യേശുവിൻ്റെ ഉയർത്തുനിൽപ്പ്, യേശു വീണ്ടും വരും എന്ന പ്രത്യാശയിൽ കൂടിയാണ് ആ വിശ്വാസം നിലനിൽക്കുന്നത്. എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർത്തുനിൽപ്പ് ക്രിസ്തുവിൻ്റെ മാത്രം ഉയർപ്പല്ല, മറിച്ച് ഓരോ വ്യക്തി ജീവിതങ്ങളുടെയും നവസിക്കുന്ന സമൂഹത്തിൻ്റെയും ഉയർപ്പും പുനർനിർമ്മിതിയും ആണ്. എന്നാൽ ക്രിസ്തുവിൽ ആശ്രയിക്കുകയും വിശ്വസിക്കുകയും ചെയ്തവർ, രക്ഷകന്റെ പിന്നാലെ നടന്ന ഒരു കൂട്ടർ, സൗഖ്യം പ്രാപിച്ചവർ, അത്ഭുതങ്ങളെ അനുഭവിച്ച് അറിഞ്ഞവർ, സാക്ഷ്യം വഹിച്ചവരെല്ലാവരും യെരൂശലേമിലും ഗലീലയിലും ശമരിയിലും ഒക്കെ യേശുവിനോടൊപ്പം ഉണ്ടായിരുന്നു. എന്നാൽ ഇവരിലെല്ലാവരും കർത്താവിൻ്റെ ജീവിതത്തെ കണ്ടവരായിരുന്നു. കർത്താവായ യേശു ക്രിസ്തുവിനെ മശിയായി അവർ മനസ്സിൽ കണ്ടിരുന്നവരായിരുന്നു. എന്നാൽ കർത്താവിൻ്റെ പീഡാനുഭവവും മരണവും വല്ലാത്ത നിരാശബോധം അവരുടെ ഇടയിൽ സൃഷ്ടിച്ചിരിക്കാം. എന്നാൽ ഈ ശൂന്യബോധങ്ങളെയും ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒരു പുത്തൻ ദിശാബോധത്തിലേക്ക് ഉയർപ്പ് അവരെ വഴി നടത്തും. ദിശാബോധം എന്ന് പറയുമ്പോൾ കേവലം ചില കാഴ്ചകൾ അല്ല, മറിച്ച് ലക്ഷ്യത്തിലേക്ക് നയിക്കുന്ന ഉറപ്പാണ് അത്. എന്നാൽ ക്രിസ്തു മരിച്ച ഒരുവൻ, ക്രിസ്തു ക്രൂശിൽ മരിച്ച ഒരുവൻ ഉയർത്തി നിൽക്കുന്നത് ആദ്യത്തെയും
അവസാനത്തെയുമായ ഒരു സംഭവമാണ്. ഉയർത്തപ്പെട്ട ക്രൂശ്, ഒഴിഞ്ഞ കല്ലറയും ഒരു പരിധിവരെയെങ്കിലും ശിഷ്യന്മാരുടെ ഹൃദയങ്ങളിൽ ഒരു ശൂന്യത സൃഷ്ടിച്ചപ്പോൾ അവരുടെ ആ സകലവിധ നിരാശയിൽ നിന്ന് ശാന്തമായ ഒരു ഇടപെടലിൽ കൂടി ക്രിസ്തു അവരെ ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. എമ്മൗസിലെ യാത്ര നിരാശ മൂലം ആരംഭിച്ചതാണെങ്കിൽ അവിടെ മടക്കിയ യാത്ര പ്രത്യാശയും പ്രതീക്ഷയും നിറഞ്ഞതായിരുന്നു. അതായത് ആദിമസഭയുടെ ശക്തി കേന്ദ്രം യേശുക്രിസ്തുവുമായിട്ടുള്ള കൂട്ടായ്മ തന്നെയായിരുന്നു. അതുകൊണ്ട് അനുദിന ജീവിതത്തിൽ ഉയർത്തെഴുന്നേറ്റ ക്രിസ്തുവിൻ്റെ കൂട്ടായ്മ അനുഭവത്തെക്കുറിച്ച് ഇന്നത്തെ പൽക്കാലം നമുക്ക് ചിന്തിക്കാം. ഒന്ന്, ഉയർത്ത ക്രിസ്തു സഹയാത്രികനാണ്. ഉയർത്ത ക്രിസ്തു സഹയാത്രികനാണ്. യെരുശലേമിൽ നിന്നും 7 നാഴിക ദൂരമുള്ള എമ്മൗസിലേക്കാണ് ഈ ശിഷ്യന്മാർ യാത്ര തിരിക്കുന്നത്. എന്നാൽ യേശു ക്രിസ്തുവിൻ്റെ ധാരാളം അത്ഭുത പ്രവൃത്തികളും അനുഗ്രഹങ്ങളും നടന്ന സ്ഥലമാണ് യെരുശലേം. ആയതിനാൽ യെരുശലേം പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും കൂടാരമായിരുന്നു. എന്നാൽ എമ്മൗസിനെ കുറിച്ച് പറയുമ്പോൾ എമ്മൗസ് അരാജകത്വവും അക്രമങ്ങളും നിറഞ്ഞ സ്ഥലമാണ്. ആയതിനാൽ എമ്മൗസ് ഒരു നിരാശയുടെ കൂടാരം എന്ന് നമുക്ക് സൂചിപ്പിക്കുവാൻ സാധിക്കും. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മരണം ശിഷ്യന്മാരെ സംബന്ധിച്ചിടത്തോളം ഒരു നിരാശബോധത്തിലേക്ക് തള്ളിയിട്ടിരിക്കാം. അങ്ങനെയെങ്കിൽ ഇവിടെയും യാത്രയുടെ ലക്ഷ്യം എമ്മൗസും യാത്രയുടെ കാരണം നിരാശയുമാണ്. പലപ്പോഴും നമ്മുടെ ചുറ്റുപാടും നാം ശ്രദ്ധിച്ചു നോക്കിക്കഴിഞ്ഞാൽ നിരാശ നിറഞ്ഞ മനുഷ്യൻ പലപ്പോഴും ചിന്തിക്കും, എനിക്ക് ആരുമില്ല, ഞാൻ ഒറ്റപ്പെട്ടു, ഞാൻ എന്തിന് ജീവിക്കണം, ഞാൻ ഈ ലോകത്ത് ജീവിച്ചതുകൊണ്ട് ഒരു പ്രയോജനമില്ല എന്ന് പലപ്പോഴും ചിന്തിക്കാറുണ്ട്. അവിടെ നമുക്ക് ആ വ്യക്തിയെ, നിരാശപ്പെടുന്ന വ്യക്തിയെ ശ്രദ്ധിച്ചു നോക്കിയാൽ അവനിൽ അന്ന് വരെയും ഒരു ദൈവവിശ്വാസം ഉണ്ടായിരുന്നുവെങ്കിൽ അവനിൽ ഭയപ്പാടും നിരാശയും കടന്നു വന്നപ്പോൾ തികച്ചും ദൈവാശ്രയബോധം നഷ്ടപ്പെട്ടു. ദൈവവുമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി നഷ്ടപ്പെട്ടു പോയപ്പോഴാണ് ആ മനുഷ്യനെ സംബന്ധിച്ചുള്ള നിരാശയുടെ കയത്തിലേക്ക് വീണുപോയി. ഈ സാഹചര്യമൊക്കെ പക്ഷേ നമ്മളും ചില ചുറ്റുപാടിൽ ഫേസ് ചെയ്യാറുണ്ട്. നിരാശകളും പ്രതികൂലങ്ങളും പ്രതിസന്ധികളൊക്കെ വരുമ്പോൾ നമ്മൾ നമ്മെ തന്നെ മറന്നുപോകും. എന്നെ ഇതുവരെ നടത്തിയ ദൈവത്തെ മറന്നുപോകുന്ന ഒരു സാഹചര്യം പലപ്പോഴും പലപ്പോഴും നിരാശ വരുമ്പോൾ സംഭവിക്കുന്നത് ദൈവമായിട്ടുള്ള ബന്ധം പൂർണ്ണമായി തകർന്നു. പിന്നെ രണ്ടാമതായി നമുക്ക് കാണുവാൻ നിഷേധപരമായ അല്ലെങ്കിൽ നെഗറ്റീവ്പരമായ ചിന്താഗതികൾ പറയാറുണ്ട്. ശരി, എത്ര പരിശ്രമിച്ചാലും ഇനി എനിക്ക് ശരിയാവത്തില്ല, എത്ര പരിശ്രമിച്ചു പോയാലും ഇനി എനിക്ക് മുന്നോട്ടൊരു ജീവിതമില്ല, ഇനി എൻ്റെ ജീവിതം എന്നേക്കുമായി അവസാനിച്ചു. ഇതായിരിക്കും പലപ്പോഴും നിരാശ നിറഞ്ഞവരുടെ വാക്ക്. ഇവിടെയും ഈ ശിശുമാരുടെ ഇടയിലും ഭയവും ആശങ്കയും കടന്നു വന്നപ്പോൾ വല്ലാത്ത നിരാശയിലേക്ക് അവർ വീണുപോയി. അത് അവരുടെ മുന്നോട്ടുള്ള യാത്രയ്ക്ക് ഒരു തർക്കത്തിന് കാരണമായി മാറുന്നു. രണ്ടുപേരെ യാത്ര ചെയ്യുമ്പോൾ പരസ്പരം നിരാശ നിറഞ്ഞിരിക്കുന്ന രണ്ടുപേരാണ്. രണ്ടുപേരും പരസ്പരം ആ വിഷയത്തെ ഓർത്ത് തർക്കിക്കുന്ന ഒരു അനുഭവം. ലൂക്കോസ് സുവിശേഷം 24-ാം അധ്യായം 15-ാം വാക്യം നോക്കുമ്പോൾ നമ്മുടെ കാണുവാൻ സാധിക്കും. ആ നിമിഷങ്ങളിലാണ് ക്രിസ്തു സാന്നിധ്യം തുണയായി മാറും. എല്ലാം കഷ്ടപ്പെട്ടു ഭാരത്തോടും പ്രതിസന്ധിയോടും കണ്ണുനീരോടും കൂടി ഇരിക്കുന്ന ആ മനുഷ്യരിലാണ് ക്രിസ്തു വെളിപ്പെടുന്നത്. വേദന അനുഭവിക്കുന്നത് അവരുടെ വേദനകൾ ആരോടെങ്കിലും പങ്കുവയ്ക്കുമ്പോൾ മാത്രമേ അവരുടെ വേദനകളിൽ നിന്നൊരു ആശ്വാസവും അവരുടെ ജീവിതത്തിലെ കയ്പ് നിറഞ്ഞ അനുഭവങ്ങൾ ഒരു മധുരമായി തീരുകയും ചെയ്യും. ഇവിടെ വഴിയാത്രക്കാരനായ യേശു
ഈ ശിഷ്യന്മാരുടെയും ഒരു സഹയാത്രികനായി മാറ്റപ്പെടും. ക്രിസ്തു നിരാശയോടുകൂടി കടന്നു പോകുന്ന ശിഷ്യന്മാരുടെ പ്രശ്നങ്ങളെ ചോദിക്കുന്നതിൽ കൂടിയാണ് അവരോടൊപ്പം പങ്കുചേരുന്നത്. ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ആ വ്യക്തി അഭിമുഖീകരിക്കുന്ന പ്രശ്നങ്ങളോട് ഇടപെടാതെ അവൻ്റെ യാത്രയിൽ പങ്കുചേരുവാൻ, അല്ലെങ്കിൽ അവൻ്റെ ദുഃഖത്തിൽ പങ്കുചേരുവാൻ, അവൻ്റെ പ്രതിസന്ധിയിൽ പങ്കുചേരുവാൻ മറ്റൊരു വ്യക്തിക്ക് സാധ്യമാകുന്നു. അതായത് എൻ്റെ ജീവിതത്തിലൊരു പ്രതിബന്ധം വരുമ്പോൾ, പ്രതികൂലങ്ങൾ വരുമ്പോൾ, പ്രതിസന്ധി വരുമ്പോൾ ഞാൻ മറ്റൊരാളോട് ഷെയർ ചെയ്താൽ മാത്രമേ എൻ്റെ ദുഃഖത്തിൽ നിന്ന് ഒരു പരിധിവരെ ആശ്വാസം പകരൂ. എന്നാൽ ഇവിടെ കർത്താവ് ഒരു നിവേദനയോടും പ്രയാസത്തോടും ഇടപെടുവാൻ ഇടയാകും. അപ്പോഴാണ് കർത്താവായ യേശു ക്രിസ്തു അവരുടെ ഇടയിൽ ഒരു സഹയാത്രികനായിട്ട് മാറുന്നു. അവരെ സംബന്ധിച്ചിടത്തോളം കർത്താവായ യേശു ക്രിസ്തു ഇസ്രായേലിനെ വീണ്ടെടുക്കുവാൻ വേണ്ടി, അല്ലെങ്കിൽ മശിയായി കടന്നു വരുമെന്ന് പ്രത്യാശയോടുകൂടി ജീവിച്ചവരാണ്. എന്നാൽ ആ യേശുവിൻ്റെ മരണത്തോടുകൂടി അവരെ സംബന്ധിച്ചിടത്തോളം സകല പ്രത്യാശകളും പ്രതീക്ഷകളും നഷ്ടപ്പെട്ടപ്പോൾ വല്ലാത്ത ശൂന്യതാബോധം അവരുടെ ഉള്ളങ്ങളിൽ ഉണ്ടായി. അതിന് കാരണങ്ങളുണ്ട്. ഒന്ന്, യേശുവിൻ്റെ കഷ്ടപ്പാടും പീഡാനുഭവങ്ങളും, യേശു കർത്താവിൻ്റെ മരണം, തുടർന്ന് യേശുവിനെ അടക്കം ചെയ്യപ്പെട്ട കല്ലറ ഒഴിഞ്ഞുകിടക്കും. അവരെ സംബന്ധിച്ചിടത്തോളം കൂടുതൽ ഭയത്തിലേക്ക് അവരെ നടത്തുന്നതായിട്ട് കാണാൻ കഴിയും. എന്നാൽ ഇവിടെ ക്രിസ്തു അവരെ വചനപ്രകാരം ബലപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. വചനാധിഷ്ഠമായ ഒരു പ്രത്യാശയെ ക്രിസ്തു അവർക്ക് വെളിപ്പെടുത്തുന്നതായിട്ട് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും. നമുക്കറിയാം, നാം ഇന്ന് വായിച്ചു കേട്ട 23-ാം സങ്കീർത്തനം ഒരു ദൈവത്തിൻ്റെ കരുണയുടെ വർണ്ണനയാണ്. അല്ലെങ്കിൽ ദൈവം ഒരു പ്രത്യാശയും സന്തോഷമൊക്കെ പ്രദാനം ചെയ്യുന്ന ഒരു വാക്യമാണ്. സ്വന്തം ജീവനേക്കാളും തൻ്റെ ആടിനെ അധികമായി സ്നേഹിക്കുന്ന ഒരു ഇടയനെ പോലെ ക്രിസ്തു എന്നെയും നിങ്ങളെയും സ്നേഹിക്കും. ഒരുപക്ഷെ നാം തെറ്റായ ജീവിതം നയിച്ചിരുന്നവരാവാം, ഒരുപക്ഷെ ദൈവത്തിൽ നിന്ന് അകന്ന് ജീവിച്ചിരുന്നവരാവാം. എങ്കിലും ദൈവം ഒരു പ്രത്യാശ നൽകും. ഞാൻ നിന്റെ ഇടയനാണ്, യഹോവ എൻ്റെ ഇടയനാവുന്നു, എനിക്ക് ഒന്നിനും ഒട്ടുണ്ടാകുകയില്ല. പച്ചായ പുൽപ്പുറങ്ങളിൽ അവൻ എന്നെ കിടത്തുന്നു, സ്വസ്ഥ വെള്ളത്തിനരികെ എന്നെ നടത്തുന്നു. നമുക്ക് ആവശ്യം അറിഞ്ഞ്, നമ്മുടെ ആവശ്യം അറിഞ്ഞ്, നമ്മുടെ ആഗ്രഹങ്ങളെ അറിഞ്ഞ് യഥാസമയം വിശ്വാസ സമൂഹത്തിന് നന്മകൾ പ്രദാനം ചെയ്ത് അനുഗ്രഹങ്ങൾ പ്രദാനം ചെയ്യുന്നവനാണ് നമ്മുടെ ദൈവം. എൻ്റെ പ്രാണനെ അവൻ തണുപ്പിക്കുന്നു, തിരുനാമ നിമിത്തം നീതിപാതകളിൽ അവൻ നടത്തുന്നു. അതായത് ആത്മീയ മേഖലകളിലും നമ്മുടെ ഭൗതിക ജീവിതത്തിൽ കടന്നു വരുന്ന പ്രതിസന്ധികളെ തരണം ചെയ്യുവാനും അവയെ ഓവർകം ചെയ്ത് ആ പ്രതിസന്ധിയെ തരണം ചെയ്ത് ഒരു സമൃദ്ധിയിലേക്ക് നടത്തുന്നവനാണ് നമ്മുടെ ദൈവം. ഇവിടെ തുടർന്ന് വചനം പറയുന്നു, കൂരുഴിൽ താഴോട്ട് നടന്നാലും ഞാൻ ഒരർത്ഥവും ഭയപ്പെടുകയില്ല. കൂരുഴിൽ നമുക്ക് കുറിച്ച് എല്ലാവർക്കും അറിയാം, ഇരുളടഞ്ഞ അവസ്ഥയാണ്. എല്ലാം അല്ലെങ്കിൽ നഷ്ടപ്പെട്ടു പോയി എന്നുള്ളൊരു സാഹചര്യമാണ്. ആ അവസ്ഥയിലും നിനക്ക് സംരക്ഷണമായി, നിനക്ക് ബലമുള്ള ഭുജമായി നിന്നോട് കൂടി ഇരിക്കുന്നത്. വചനം പഠിപ്പിക്കുന്നു, ഭയപ്പെടേണ്ട, ഭ്രമിച്ചു നോക്കേണ്ട, ഞാൻ നിന്നോട് കൂടെ ദൈവമാകും. ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, നീതിയുള്ള വലങ്കരങ്ങളിൽ ഞാൻ നിന്നെ താങ്ങി വീഴ്ന്നെടുത്തു. അപ്രകാരം ഇവിടെയും തകർക്കപ്പെട്ട അല്ലെങ്കിൽ തകർന്നു പോയ യേശു കർത്താവിൻ്റെ മരണത്തെ കണ്ട്, യേശു കർത്താവിൻ്റെ ഒഴിഞ്ഞ കല്ലറകളെ കണ്ട് ഭയഭീഷരായിരുന്ന ശിഷ്യന്മാരെ ബലപ്പെടുത്തുന്ന കർത്താവിനെ നമുക്ക് കാണാൻ കഴിയും. ഇവിടെ വചനാധിഷ്ഠിതമായ ഒരു പ്രത്യാശയിൽ കൂടിയാണ് കർത്താവായ ക്രിസ്തു അവരെ നിറയ്ക്കുന്നത്. കൈപ്പേറിയ യാത്ര എമ്മോസിലേക്ക് എത്തിച്ചേരുമ്പോൾ അത് വളരെയേറെ മാധുര്യമുള്ളതായി മാറ്റും. കാരണം ക്രിസ്തു നൽകിയത് പ്രതീക്ഷയും പ്രത്യാശയും. നിരാശയുടെ യാത്രകളിൽ കർത്താവായ തമ്പുരാൻ നമ്മോടൊപ്പം പങ്കുചേരുമ്പോൾ അതൊരു തീർത്ഥാടനമായി മാറാം,
അതൊരു സന്തോഷനിർഭരമായ നിമിഷങ്ങളായി മാറാം. നമ്മുടെ ജീവിതത്തിൽ ആനന്ദവും സമാധാനവും ഉളവാക്കുന്ന നിമിഷങ്ങളുമാകും. അതുകൊണ്ടാണ് വചനം പഠിപ്പിക്കുന്നത്, മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത് എന്ന്. മനുഷ്യരിൽ ആശ്രയിക്കുന്നതിനേക്കാൾ യഹോവയിൽ ആശ്രയിക്കുന്നത് നല്ലത്. അവൻ നിനക്ക് ഇടയനായി നിന്നെ സമൃദ്ധിയിലേക്കും അനുഗ്രഹത്തിലേക്ക് നയിക്കുക തന്നെ ചെയ്യും. ഇവിടെ കർത്താവ് അവർക്കൊരു സഹയാത്രികനായി കൂടെ ഇരിക്കും. എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ പ്രതിസന്ധികളും ആകുലകളും ഒക്കെ വരുമ്പോൾ ഈ കർത്താവിനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നു. പ്രതിസന്ധികളും ദുഃഖങ്ങളുടെ മധ്യേ കർത്താവിനോടൊപ്പം പറ്റിച്ചേർന്ന് ജീവിക്കുവാൻ എനിക്ക് നിങ്ങൾക്ക് കഴിയുന്നു എന്ന് ഒന്ന് പുനർവിചിന്തനം ചെയ്യുവാൻ ഈ പ്രഭാതം അതിനിടയാകട്ടെ. 2, ഉയർത്ത ക്രിസ്തു ഒരു സഹവാസിയായി മാറുന്നു. ഉയർത്ത ക്രിസ്തു ഒരു സഹവാസിയായി മാറുന്നു. അവർ എത്തേണ്ട ഗ്രാമത്തിൽ എത്തിയപ്പോൾ ക്രിസ്തു മുൻപോട്ട് പോകുന്നു എന്നുള്ള ഒരു ഭാവം കാണിക്കുന്നു. ഇവിടെ ക്രിസ്തുവിൻ്റെ ഓരോ ചലനങ്ങളും പോലും പ്രസംഗം എന്ന് പറഞ്ഞ് ഉറപ്പിക്കുന്ന ഒരു വാക്യമാണ്. ക്രിസ്തു ഈ ഭാവം കാണിക്കുമ്പോഴും അവരുടെ മനസ്സിലൊരു ചിന്തയുണ്ട്, കൂടെ നടന്നവൻ കൂടെ പാർക്കുന്നില്ല എങ്കിൽ തങ്ങളുടെ വെളിച്ചം കെട്ടുപോകുമോ എന്ന് ഭയന്ന് അവർ യേശു എന്ന് തിരിച്ചറിയുന്നില്ല എങ്കിലും ആ സഹയാത്രേനെ കൂടെ തങ്ങളുടെ ഭവനത്തിലേക്ക് ക്ഷണിക്കുന്നു. ക്രിസ്തു അങ്ങനെ അവരോടുകൂടി ഒരു സഹവാസിയായി മാറുന്നു. അവരോടൊപ്പം ചേർന്നിരുന്ന് ക്രിസ്തു സ്നേഹത്തിൻ്റെ അത്താഴത്തെ ഒരുക്കും. ഇവിടെ അപ്പം നുറുക്കിൻ്റെ ശുശ്രൂഷയിൽ ആദ്യമായല്ല ഈ ശിഷ്യന്മാർ പങ്കുചേരുന്നത്. 3 ദിവസങ്ങൾക്ക് മുമ്പ് അവർ അതിൽ പങ്കുചേർന്നതാണ്. എന്നാൽ യേശുവിൻ്റെ മരണവും ഒഴിഞ്ഞ കല്ലറ എന്ന ഭയത്തെ മാറ്റുവാൻ മറ്റൊരു അപ്പം നുറുക്കൽ ആവശ്യമായി അവരുടെ ജീവിതത്തിൽ വന്നു. സഹയാത്രികനായ യേശു സഹവാസിയായി മാറുമ്പോൾ പുതിയ നന്മകളും പുതിയ അനുഗ്രഹങ്ങളും നമ്മുടെ മുന്നിൽ തുറക്കും. പക്ഷേ എന്നേക്കുമായി നമ്മുടെ ഹൃദയങ്ങൾ ഇരുളടഞ്ഞ അവസ്ഥയിലാവാം. ഒരുപക്ഷെ നമ്മുടെ ഹൃദയങ്ങൾ കഠിനമായ നിലകളിലാവാം, പാവപ്രവൃത്തികൾ കൊണ്ട് നിറഞ്ഞവയാകാം. എന്നാൽ കർത്താവായ യേശു ക്രിസ്തുവിന് അതിനുള്ളിലേക്ക് പ്രവേശിക്കുവാൻ ഒരവസരം നൽകുന്നുവെങ്കിൽ നിന്റെ ഹൃദയം കർത്താവിന് വസിക്കുന്ന ഒരിടമായി മാറുവാനും അത് നിന്റെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുവാനും സാധിക്കും. 3, ഉയർത്ത കർത്താവായ യേശു ക്രിസ്തു വഴികാട്ടിയായി മാറും. ഉയർത്ത കർത്താവായ യേശു ക്രിസ്തു ഒരു വഴികാട്ടിയായി മാറും. എല്ലാ തരത്തിലും നിരാശപ്പെട്ട് ജീവിതം എന്ത് എന്ന് ചിന്തിച്ച് യാത്ര അവസാനിപ്പിക്കാം എന്ന് തോന്നിയ ഈയിടത്ത് കർത്താവ് അവരെ ബലപ്പെടുത്തും. ഒരുപക്ഷെ എൻ്റെ ഈ ശബ്ദം ശ്രവിക്കുന്ന നിങ്ങളും ഇങ്ങനെയൊക്കെ ചിന്തിച്ചിട്ടില്ലേ? ഇനി എൻ്റെ ജീവിതത്തിൽ ഒരു പുരോഗതിയില്ല, എൻ്റെ ജീവിതം കൊണ്ടിന് ഒരർത്ഥവുമില്ല, ഞാൻ ജീവിക്കുന്നത് തന്നെ വൃഥ എന്ന് ചില നിമിഷങ്ങൾ ചിന്തിച്ചിട്ടില്ലേ? എന്നാൽ ക്രിസ്തുവിൻ്റെ ഉയർത്തുനിൽപ്പ് നമ്മെ ബലപ്പെടുത്തുന്നതാണ്. 24-ാം അധ്യായം 33-ാം വാക്യം പറയുന്നു, ക്രിസ്തുവിനെ അറിഞ്ഞ നാഴികയിൽ തന്നെ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. ക്രിസ്തുവിനെ അറിഞ്ഞ നാഴിക മുതൽ തന്നെ അവർ യെരൂശലേമിലേക്ക് മടങ്ങിപ്പോയി. എമ്മൗസിലെ യാത്ര ഒരുപക്ഷെ അവരുടെ ജീവിതത്തിലെ നിരാശപരമായിരുന്നു. എന്നാൽ അവരുടെ മടക്കയാത്ര യെരൂശലേമിലേക്ക് പ്രത്യാശയുടെയും പ്രതീക്ഷയുടെയും യാത്രയായി. അതിന് കാരണം ക്രിസ്തു നൽകിയ വെളിച്ചം, ക്രിസ്തുവിൽ കൂടെ അവർ പ്രാപിച്ചെടുത്ത വെളിച്ചം അവരുടെ മടക്കയാത്രയ്ക്ക് വേണ്ടി അവരെ പ്രചോദിപ്പിച്ചത്. കൂടുതൽ വെളിച്ചം ലഭിച്ചവർക്ക്
വെറുതെ ഇരിക്കുവാൻ ഒരു സ്ഥലത്തും കഴിയുകയില്ല. അത് പകരേണ്ടതുണ്ട് എന്ന് വചനം പഠിപ്പിക്കുന്നു. 24-ാം അധ്യായം 35-ാം വാക്യം നമുക്ക് കാണാൻ സാധിക്കും. ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ഗതിയെ മാറ്റി, തങ്ങൾ ആഗ്രഹിച്ച ഭൗതിക ആഗ്രഹങ്ങളെ മറന്ന് ക്രിസ്തുവിന് വേണ്ടി തങ്ങളുടെ ജീവിതത്തെ മാറ്റിവെക്കുന്നതായിട്ട് കാണാൻ കഴിയും. അനുഭവങ്ങളിൽ നിന്ന് ക്രിസ്തുവിനെ തിരിച്ചറിഞ്ഞവർ മാത്രമേ തൻ്റെ ജീവിതത്തിൻ്റെ വെളിച്ചത്തെ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുവാനും തൻ്റെ ജീവിതത്തിലെ ഗതിയെ തിരിച്ചുവിടുവാനും സാധിക്കുകയുള്ളൂ. ഒരുപക്ഷെ അവരുടെ മടക്കിപ്പോക്ക് അത്ര സുഖകരം അല്ലെങ്കിലും ക്രിസ്തുവിന് വേണ്ടിയും ക്രിസ്തുവിനായി മാറുമ്പോൾ അവരുടെ യാത്ര പ്രത്യാശയല്ലാതെ മറ്റൊന്നും പകരപ്പെടുന്നു. നമ്മൾ ഈ ജനുവരി മാസത്തെ 1-ാം ദിനങ്ങളിൽ ഉടമ്പടി ശുശ്രൂഷ എടുക്കുമ്പോൾ എൻ്റെ കർത്താവിന് വേണ്ടി ഞാൻ കഷ്ടം അനുഭവിക്കുവാനും കർത്താവിന് വേണ്ടി ഞാൻ മാറി നിൽക്കുവാനും കർത്താവിന് വേണ്ടി എന്ത് ചെയ്യുവാനും തയ്യാറെടുക്കാം എന്നുള്ള ഉടമ്പടികളെ നമ്മളെടുത്ത് നമ്മൾ നോക്കാറുണ്ട്. പലപ്പോഴും ക്രിസ്തുവിനെ മറ്റുള്ളവർക്ക് വേണ്ടി പകർന്നു നൽകുമ്പോൾ ഒരുപാട് പ്രതികൂലങ്ങളെയും പ്രയാസങ്ങളെയും പ്രതിസന്ധികളൊക്കെ ജീവിതത്തിൽ അഭിമുഖീകരിക്കേണ്ടി വരും. എങ്കിലും കൈവിടാത്ത ദൈവമായി നിന്നോടൊപ്പം കൂടെ നിൽക്കുന്ന ഒരു ദൈവം നിന്നോടൊപ്പം ഉണ്ട്. നമുക്കറിയാം, മദർ തെരേസയുടെ ജീവിതം ഒട്ടും നല്ല ജീവിതമായിരുന്നില്ല. കഷ്ടതയും പ്രതികൂലങ്ങളും പ്രതിസന്ധികളും നിന്ദകളും പരിഹാസവും ഒക്കെ നിറഞ്ഞതായിരുന്നു. ഫാദർ ഡാമിയൻ്റെ ജീവിതവും കുഷ്ഠരോഗികളുടെ ഇടയിൽ അത്ര ശുഭകരമല്ലായിരുന്നു. എങ്കിലും അവർ പ്രത്യാശ കൈവിടാതെ കർത്താവിനെ മുറുകെ പിടിച്ചുകൊണ്ട് കർത്താവിന് ലഭിച്ച ആ സന്തോഷത്തെ ലോകം മുഴുവനും വിളംബരം ചെയ്യുവാൻ, അല്ലെങ്കിൽ ലോകം മുഴുവനും പകർന്നു നൽകുവാൻ അവർ പ്രയത്നിച്ചു. അത് അവരുടെ ജീവിതത്തിൽ അനുഗ്രഹമായി ഒരു സമൂഹത്തെ തന്നെ ക്രിസ്തുവിനെ പകർന്നു കൊടുക്കുവാനും അവരുടെ ജീവിതം കൊണ്ട് കാരണമായി. മടക്കി യാത്രയിൽ കണ്ടുമുട്ടിയവരും പ്രത്യാശയും മധുരം നൽകുന്നവരാണ്. ക്രിസ്തുവിൻ്റെ ഉയർപ്പ് എനിക്കും നിങ്ങൾക്കും പ്രത്യാശ പകരുന്നതിനാണ്, സന്തോഷം പകരുന്നതാണ്. ആ ക്രിസ്തുവാകുന്ന വെളിച്ചത്തിൽ കൂട്ടായ്മയുടെ ബന്ധത്തിൽ നമ്മുടെ കുടുംബങ്ങളിൽ ഐക്യത്തോടുകൂടി, നാം ആയിരിക്കുന്ന സമൂഹങ്ങളിൽ ഐക്യത്തോടുകൂടി, നാം ആയിരിക്കുന്ന ജോലിസ്ഥലങ്ങളിൽ ഐക്യത്തോടുകൂടി ജീവിക്കുവാൻ സർവ്വശനായ ദൈവം നമ്മെ ഇടയാക്കട്ടെ. ക്രിസ്തുവുമായിട്ടുള്ള ഒരു അനുഗ്രഹമായ കൂട്ടായ്മ ജീവിതം ജീവിക്കുവാൻ തുടർന്നുള്ള ദിനങ്ങളിൽ നമ്മെ സഹായിക്കട്ടെ. ഒരുപക്ഷെ തുടർന്നുള്ള ദിനങ്ങൾ അത്ര ശുഭകരമായിരിക്കില്ല എങ്കിലും ക്രിസ്തുവിൽ പ്രത്യാശ വെച്ചുകൊണ്ട് അത് ശുഭകരമായി തീർന്നു വിശ്വാസത്തോടും നല്ല പുറപ്പുറത്തി നല്ല ഓട്ടം തയ്ക്കുവാനും ക്രിസ്തുവിൻ്റെ വരവിന് വേണ്ടി ഒരുങ്ങുവാൻ സർവ്വശനായ ദൈവം നമ്മെ ഓരോരുത്തരെയും ഇടാക്കുകയും ശക്തീകരിക്കുകയും ചെയ്യട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിച്ചുകൊള്ളട്ടെ. ദൈവം നമ്മെ ഇവരെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാട്ടെ. നമുക്കൊരു നിമിഷം നമ്മുടെ തലകളെ വണക്കാൻ പ്രാർത്ഥിക്കാം. സകല അനുഗ്രഹങ്ങൾക്കും നന്മകൾക്കുള്ളമായിരിക്കും നിങ്ങൾ വാഴ്ത്തപ്പെട്ട പിതാവേ. ഞങ്ങളുടെ ദേശത്തെ ഞങ്ങൾ ഓർക്കും, ഞങ്ങൾ വസിക്കുന്ന ഈ ലോകത്തെ ഞങ്ങൾ ഓർക്കും. മാനവരാശി മുഴുവനും മഹാമാരിയാൽ വലിയ ലോകത്താൽ ഭാരത്തോടും വേദനയോടായിരിക്കും. ഞങ്ങൾ പ്രദാനം ചെയ്യുന്ന കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തിജീവിതങ്ങളെയും അങ്ങ് അനുഗ്രഹിച്ച് മാനിച്ചിരിക്കുന്ന കൃപയോർത്ത് സ്തോത്രം ചെയ്യും. നിരാശയിൽ തകർന്നു പോകുന്നവരായിട്ടല്ല, അങ്ങിൽ പ്രത്യാശ വെച്ചു, അങ്ങിൽ ആശ്രയം വെച്ചു വചനാധിഷ്ഠപരമായി ബലപ്പെടുവാൻ, ദൈവിക കൃപയിൽ വളരുവാൻ ഞങ്ങളങ്ങ് സഹായിച്ചു. അതിനായി ഓരോ ദിനങ്ങളിലും ഓരോ നിമിഷവും ഞങ്ങളേവരെയും അങ്ങ് ശക്തീകരിക്കുന്ന കൃപയോർത്ത് ഞങ്ങൾ സ്തോത്രം ചെയ്യും. ദൈവമേ, ഈ ലോകത്തിലെ പ്രതിസന്ധികളിൽ പ്രതികൂലങ്ങൾ തളർന്നു പോകുന്നവരായിട്ടില്ല, പ്രത്യാശയുള്ളവരായി പ്രതീക്ഷയിലാണ് വിശ്വാസത്തോടുകൂടി നല്ല പുറപ്പെടുത്തി നല്ല ഓട്ടങ്ങളത്തേക്ക് ഞങ്ങളെ സഹായിച്ചു. അതിനായി ഈ ശബ്ദം ശ്രവിക്കുന്ന എല്ലാ ജനത്തെയും ബഹുമാനിക്കണം. അതിനായി അവരെ ഒരുക്കണം. അവിടെ ആയിരിക്കുന്ന ഇടങ്ങളെല്ലാം നമ്മളെ കരങ്ങൾ ഉപയോഗിച്ചു ഞങ്ങൾക്ക് വേണ്ടി ശുശ്രൂഷ ചെയ്യുന്ന ഭരണാധിപന്മാരെയും ആതുര ശുശ്രൂഷ മേൽ പ്രവർത്തിക്കുന്നവരെയും ശുചീകരണ പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെയും വോളണ്ടിയേഴ്സിനെയും പോലീസ് ഉദ്യോഗസ്ഥരെയും എല്ലാവരും അവിടെ സേവനങ്ങളെല്ലാം ഏറ്റവും അനുഗ്രഹസാക്ഷരമായി തീരുവാൻ സഹായിച്ചു.
ബലമുള്ള കരങ്ങളിൽ വഹിച്ചാട്ടെ. അനുഗ്രഹം നിറച്ചാട്ടെ. യേശുവിന്റെ ശരീരം പ്രാർത്ഥന കേൾക്കണം. ശ്രദ്ധിസ്ഥാനായി വിശ്വാസമുള്ള ഹൃദയങ്ങളിൽ നമുക്ക് കർത്താവിൻ്റെ ആശീർവാദങ്ങളിലേക്കുള്ള നമ്മുടെ കർത്താവായ ക്രിസ്തുവിൻ്റെ കൃപയും കർത്താവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മയും പ്രിയമുള്ളവരെ നമ്മുടെ എല്ലാവരുടെയും ജീവിതയാത്രയിൽ എന്നും എപ്പോഴും കൂടെ ഇരിക്കുമാറാകട്ടെ. ആമേൻ.